ഹായ്, ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ പനിയായിരുന്നു, തീരെ വയ്യായിരുന്നു. ഇപ്പോഴും ഫുൾ ഓക്കെ ആയിട്ടില്ല, പക്ഷേ നിങ്ങളുമായിട്ടത് ഷെയർ ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് വന്നത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ആരോ കയറി വ്യൂസ് ഉണ്ടായിരുന്ന വീഡിയോസ് ഫുള്ള്, കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു, കുറേ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ആക്കി. ഇത് ഒരു വട്ടമല്ല കേട്ടോ, ഒരു 3-4 വട്ടമായിട്ട്. അതായത് ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞങ്ങളുടെ ഫാമിലിയുടെ ഫോട്ടോ വെച്ചിട്ടുള്ള വീഡിയോ ഒക്കെയാണ് ഇട്ട് തുടങ്ങിയത്. അപ്പം ഞാൻ 4 വർഷമായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. 4 വർഷമായിട്ട് എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലമേ വന്നിട്ടില്ല. ഇപ്പോൾ അത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫാമിലിയുടെ വീഡിയോ, ഞാൻ പറഞ്ഞില്ല, ഫാമിലിയുടെ വീഡിയോ ഇട്ട് തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ 3-4 വട്ടമായിട്ട്. ആദ്യം ഒരു വട്ടം ഇങ്ങനെ കയറുന്ന എനിക്ക് നോട്ടിഫിക്കേഷനല്ല, ഇൻസ്റ്റാഗ്രാമിൽ കയറുന്ന ടൈമിൽ എനിക്ക് കയറാൻ പറ്റാറില്ല. ഞാൻ ബാക്കായി എനിക്ക് കയറാൻ പറ്റുന്നില്ല. ഞാൻ അപ്പോഴും റീസെറ്റ് പാസ്വേഡ് കൊടുത്ത് ഡെയിലി എനിക്കിത് തന്നെ പണി. റീസെറ്റ് പാസ്വേഡ് രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും വൈകിട്ടായാലും കയറുമ്പോൾ ഇത് തന്നെ കാണിക്കും, വീണ്ടും റീസെറ്റ് ചെയ്യും. അപ്പം ഞാനിവിടെ എല്ലാവരോടും പറഞ്ഞു, വീട്ടിലായാലും പറഞ്ഞു, എൻ്റെ അക്കൗണ്ടിൽ എന്തോ പ്രശ്നമുണ്ട്, ആരെങ്കിലും കയറുന്നതാണോ എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പം ഞാൻ റീസെറ്റ് പാസ്വേഡ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. പക്ഷേ ഇത് ഇത്രയും സീരിയസ് ഇഷ്യൂ ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. കയറിയ ആളുടെ മെയിൻ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം, ഞാൻ 4 വർഷമായിട്ട് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ എൻ്റെ ഫാമിലിയുടെ ഫോട്ടോ വെച്ചിട്ട് ഒരു 3-4 വീഡിയോ ഇട്ടതിനാണ് വ്യൂസ് ഉണ്ടായിരുന്നത്. ആ വീഡിയോ ഞാൻ അങ്ങോട്ട് നോക്കുന്നത് മോനെ അവിടെ കിടത്തിയിട്ടുണ്ട് കേട്ടോ. മോനെയാണ് നോക്കുന്നത്. ആ വീഡിയോസിനൊക്കെയാണ് വ്യൂസ് കയറിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അത്ര ഫേമസ് ഒന്നുമല്ല, എന്നെക്കുറിച്ച് അങ്ങനെ എല്ലാവർക്കും ഒന്നും അറിഞ്ഞ് അങ്ങനെ ഒരു വ്യക്തിയേ അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും പറഞ്ഞ് ആശ്വസിക്കാം. അപ്പം എന്തായാലും അത്രയും വീഡിയോ ഡിലീറ്റ് ചെയ്ത്, അതും വേറൊന്നുമല്ല, എൻ്റെ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ, ഈ ഒരു പ്രശ്നം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മെയിലിൽ വന്നിട്ടുണ്ടായിരുന്നു ഇതേപോലെ അക്കൗണ്ട് ഡിലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് 2 വട്ടം ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ ആയില്ല. ഡിവൈസ് നെയിം അതിനകത്ത് ഉണ്ടാവുമല്ലോ, ലോഗിൻ ചെയ്ത് ആരുടെയാണെന്ന് നോക്കാനായിട്ട്. അതൊക്കെ ചെക്ക് ചെയ്തു, അതിലൊന്നും ഒന്നുമില്ല. ആകെ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ നെയിം, വേറൊരു യൂസർ നെയിം മാറ്റിയായിരുന്നു. അതേപോലെ ബയോ ഫുള്ള് മാറ്റിയിട്ട് വേറെന്തോ ആക്കി, അത് മാത്രമേ കിട്ടിയുള്ളൂ. പിന്നെ നേരിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടില്ല. നമ്മൾ ഓൺലൈൻ വഴി ഞാൻ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ ഭാഗത്തൊന്നും ഒരു ഡീറ്റെയിൽസും എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. എനിക്കത് കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം. അറിഞ്ഞാൽ അത്രയും നല്ലതായിരുന്നു. എന്തിനു വേണ്ടി ചെയ്തു, എന്താണ് അവരുടെ ഉദ്ദേശം എന്നാണ് നമുക്കറിയത്തില്ലല്ലോ. സീരിയസ്ലി ഞാൻ പറയാം, ഉദ്ദേശം വേറൊന്നുമല്ല. ഫാമിലി ഫോട്ടോ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. അത് പറയേണ്ട സമയമാകുമ്പോൾ ഞാൻ പറയാം. ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്. എന്താണെന്നുള്ളത്, അതാരാണ് ചെയ്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാം. ഒരുപാട് വിഷമം വന്നു കേട്ടോ, ഒരുപാട് വിഷമം വന്ന്. നമ്മൾ ഇത്രയും ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു, എല്ലാം പോയി. എൻ്റെ മോൻ്റെ ഉൾപ്പെടെ ഉണ്ടായിരുന്നു, എല്ലാം ഡിലീറ്റ് ആക്കി. ഇത്രയും നാളും ഇല്ലാത്തൊരു പ്രശ്നമാണ് ഇപ്പോൾ ഇത്തരം വീഡിയോസ് ഇട്ട് തുടങ്ങിയപ്പോഴാണ് അതിൽ കയറി ഇങ്ങനെ ചെയ്തത്. എന്തായാലും ആരാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഉറപ്പായിട്ടും അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. ആരാണെങ്കിലും. എനിക്ക് ഒരുപാട് വിഷമം വന്നു കേട്ടോ. അതാണ് എൻ്റെ വയ്യായ്ക. എനിക്ക് പനി ഉണ്ടായിരുന്നു, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പ്രശ്നം വന്നേ പിന്നെ അങ്ങ് ഇങ്ങനെ ആലോചിച്ച് പിന്നെ ഞാൻ തന്നെ പോട്ടെ, വ്യൂസ് അല്ലേ, അത് ഇനിയായാലും ഇനി ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. എന്തായാലും ഞാൻ ചെയ്തവർക്ക് ചിലപ്പം ഞാൻ ആ ഫാമിലി ഫോട്ടോസ് വീഡിയോസ് വെച്ചിട്ട് ഇടുന്നത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടാവും.
അവർക്ക് വേണ്ടിയിട്ടാണ്, അവരോടാണ് ഞാൻ പറയുന്നത്. വെറുതെയാണ് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോസ് ഫുള്ള് എൻ്റെ ഹസ്ബൻഡ്, മോള്, എൻ്റെ മോള്, എനിക്കൊരു മോളുണ്ട് കേട്ടോ, എനിക്കൊരു മോളുണ്ട്. എൻ്റെ ഫസ്റ്റ് മാരേജ് കഴിഞ്ഞതാണ്, സെക്കൻഡ് മാരേജ് കഴിഞ്ഞു. സെക്കൻഡ് മാരേജിൽ എനിക്കൊരു മോനുണ്ട്. അങ്ങനെ എനിക്ക് 2 മക്കളാണുള്ളത്, ഹസ്ബൻഡുണ്ട്. ഇനി ആരും എനിക്കൊരു മോളുണ്ട്. സെക്കൻഡ് മാരേജ് എനിക്ക് പറയാൻ നാണക്കേടില്ല. കുറേ ഭാഗത്തുനിന്ന് ഞാനിങ്ങനെ കേട്ടു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഒരു മോളുള്ളതും ഞാൻ ഇപ്പം സെക്കൻഡ് മാരേജ് ആണ് എന്ന് പറയുന്നതിൽ എനിക്ക് ഒരു നാണക്കേടും ഇല്ല. പിന്നെ എൻ്റെ മോള് ഇപ്പം ഞാൻ എല്ലാ ഇതിലും പറയുന്ന പോലെ എൻ്റെ മോള് കഴിഞ്ഞിട്ടേ ബാക്കി എന്തും ഉള്ളെന്ന് പറയുന്നതിന് കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ പിന്നെ പറയാം. അതുകൊണ്ട് ഈ ചെയ്തവരോടാണ് ഞാൻ പറയുന്നത്, ചെയ്തവർ മനസ്സിലാക്കുക, ഞാൻ ഇനിയും വീഡിയോസ് ചെയ്യും.